എൻ്റെ വീട്ടിലെ ഭാഗങ്ങളും വസ്തുഭാഗങ്ങളൊക്കെ പൈസ കൂടെ ഉണ്ടായിരുന്നു. അത് തിരികെ കൊടുക്കാൻ പറ്റാതെ ഞാൻ ചോദിച്ചിട്ട് ദയാവധം ആവശ്യപ്പെട്ടിട്ട് ജനുവരി 28-ന് ഒരു തുക എൻ്റെ പേരിലുള്ള തുകയിൽ നിന്ന് ഒരു ഭാഗം കട്ട് ചെയ്തെടുത്ത് തന്നിട്ട് ബാക്കിയുള്ളത് 3 മാസത്തിനുള്ളിൽ തിരികെ തരാമെന്ന് ഇപ്പോഴത്തെ കരുവന്നൂർ ബാങ്കിൻ്റെ CEO പറഞ്ഞിട്ട് ജനുവരി 30 തൊട്ട് ഇതുവരെ 3 മാസം ആയിട്ടില്ല. പലതവണ കത്തയച്ചിട്ടും ഹൈക്കോടതി പോയിട്ടും നമ്മളുടെ കോടതികളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കണമെങ്കിൽ ആൾക്കാർ ചത്ത് മണ്ണടിയണം. 1.5 വർഷമായിട്ടും നീതി നിഷേധിക്കപ്പെട്ടത് വൈകിയെത്തുന്ന നീതി നിഷേധമാണെന്ന് സുപ്രീം കോടതിയുടെ റൂളിംഗ് ഉണ്ട്. ജനാധിപത്യത്തിൽ പൗരനാണ് അധികാരി, തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ജനസേവകരാണെന്നും ഇതേ സുപ്രീം കോടതി നമ്മുടെ മുഖ്യമന്ത്രിയെയും ഗവർണറെയും വിളിച്ചു നിർത്തി പറയേണ്ടി വന്നു. നാണമില്ലാതെ യാതൊരു വാക്കിന് വ്യവസ്ഥയുമില്ലാതെ ഈ കീഴെ നിൽക്കുന്ന ആളുകളെ കൊണ്ട് പുലഭ്യം പറയിപ്പിക്കുകയും ഭീഷണി മുഴക്കുകയും ചെയ്യുന്ന സർക്കാരും അതിന് കൊടപിടിക്കുന്ന ഈ മാതിരി കള്ളന്മാർ ഇപ്പോഴും കയറി അടയിരിക്കുന്ന മുട്ട വിരിഞ്ഞിട്ടില്ല. ഇവരൊന്നും മുട്ടയെന്ന് വിരിഞ്ഞിട്ടില്ല എന്നല്ല, ഇവരൊന്നും ഒരിക്കലും അടവിരിയില്ല. കള്ളന്മാർ അടയിരിക്കുന്ന കരുവന്നൂർ ബാങ്കും. ഇപ്പോൾ ഇവർ ധൈര്യമുണ്ടെങ്കിൽ പറയട്ടെ, മാതൃഭൂമിയുടെ ഓണം പതിപ്പിൽ ടി പത്മനാഭൻ കരുവന്നൂർ എന്നൊരു കഥ എഴുതി. ധൈര്യമുണ്ടെങ്കിൽ വെല്ലുവിളിക്കട്ടെ, അയാളെ കൊണ്ട് കഥ പിൻവലിപ്പിക്കട്ടെ. ഇവർ പലരെ കൊണ്ടും പറഞ്ഞ സ്ഥാനങ്ങളൊക്കെ പിൻവലിപ്പിച്ചില്ലേ? ഈ ഭരണകൂട തിമ്മിരട്ട് ഈ ഭൂകമ്പ പ്രവന്ത് കാണിച്ചിട്ട് ഇവർ ടി പത്മനാഭനെ കൊണ്ട് കരുവന്നൂർ പിൻവലിപ്പിക്കട്ടെ. നടക്കുമോ? നടക്കില്ല. ഇവിടെ ഇരുന്ന് ഈ ഗുണ്ടകളെ വെച്ച്, ലോക്കൽ രാഷ്ട്രീയ തീട്ടൂരങ്ങളെ വെച്ച് പൗരനെ ഭീഷണിപ്പെടുത്താൻ ആരാണ് ഇവർക്ക് അധികാരവും സർവ്വസന്നാഹങ്ങളും കൊടുക്കുന്നത്? ഇവിടെ കരുവന്നൂർ ബാങ്കിൻ്റെ ഈ വിഷയത്തിൽ MLA ഒരു വട്ടേ തലപൊക്കിയിട്ടുള്ളൂ, മരിച്ച ഫിലോമിന ചേച്ചിയുടെ കാര്യത്തിൽ. അതല്ലാതെ ഇവിടെ MLA ഇല്ലേ? ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയല്ലേ? അവർക്കെന്താ നാക്കും വാക്കൂല്ലേ? ഇവിടെയുള്ള മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കൊന്നും കരുവന്നൂർ വരെ അറിയില്ലേ? നിക്ഷേപരെ കാണാൻ അറിയില്ലേ? അതിവിടെ ഉള്ളവർ ഈ ചൂണ്ടുവരൽ മഷി ഉണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചൂണ്ടുവരൽ വെട്ടി ഞങ്ങൾ പോയി, ഇനി നിങ്ങൾക്ക് അധികാരമില്ല, വാക്കില്ല, 5 കൊല്ലം കഴിയട്ടെ. ഇവിടെ പൗരനാണ് പരമാധികാരി, അത് നമ്മൾ കാണിക്കുകയും ചെയ്യും. അവരെന്നെ കളിയാക്കാ ചെയ്തത്. മുൻപ് നിന്നോട് 5 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. ഈ 60 ലക്ഷം രൂപ ഇനി ബാക്കിയുണ്ട്. അതിന് 8% പലിശ വെച്ച് കഴിഞ്ഞാൽ ഭാര്യയുടെ പേരിലുണ്ട്, അമ്മായിയുടെ പേരിലുണ്ട്, ചേച്ചിയുടെ പേരിൽ, ചേച്ചിയുടെ മോളുടെ പേരിൽ, എല്ലാം കൂടി ഇനി 60 ലക്ഷം രൂപ ബാക്കിയുണ്ട്. അത് അങ്ങനെ ഒരു വാക്ക് ഇപ്പോഴും ഇല്ലല്ലോ. ഇവർക്ക് വാക്കില്ല. ഇവർ ഈ ഉരുട്ടി വിഴുങ്ങിയ വർത്താനം പറഞ്ഞ് ആളുകളെ കബളിപ്പിക്കുന്ന ജോലി തന്നെയാണ് ഇപ്പം ഇരുത്തിയിട്ടുള്ള ഒരാൾ. പിന്നെ ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർമാരെന്ന് പറയുന്ന ആളുകൾ ഞാനിവിടെ കണ്ടിട്ടില്ല ഇതുവരെ. ഈ അധികാരി ചമയുന്ന ആളുകളൊക്കെ ഇപ്പോഴും പാർട്ടി കമ്മിറ്റികളിൽ നിന്ന് കട്ടുണ്ടുപോയ ആൾക്കാർ, പാർട്ടി കമ്മിറ്റികളിൽ നിന്ന് കയറിക്കൂടിയിട്ടുള്ള മാനേജർമാരും അവർ നിശ്ചയിച്ചിട്ടുള്ള കമ്മീഷൻ ബ്രോക്കർമാരൊക്കെ ഇവിടെ കളവ് നടത്തിയത്. ഇപ്പോഴും ഇതേ രീതിയാണ്. ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു രാജേഷ് എന്ന് പറഞ്ഞ ആൾ, അയാൾ കേരള ബാങ്കിന്റെ ആളാണെന്ന് പറയുന്നത്. ഈ വിഷയത്തിൽ അവരുടെ പ്രതികരണം കൃത്യമായി എന്തായിരുന്നു? 5 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ സമയത്ത് താങ്കൾ മേടിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു 3 തവണ വരെ തരേണ്ട സമയം കഴിഞ്ഞു. 5.25 ലക്ഷം രൂപ ഇപ്പോൾ 15.25 ലക്ഷം രൂപ തരേണ്ട സമയം കഴിഞ്ഞു. നന്നായി ഇപ്പോൾ അത് തന്നോളൂ, 15.25 തന്നോളൂ. അതിപ്പോൾ പറ്റില്ല. അത് നിങ്ങൾക്ക് അന്ന് തരാമെന്ന് പറഞ്ഞതല്ലേ 5.25. അപ്പോൾ ഒരു 3 തവണ തരേണ്ട സമയം കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ തന്നോളൂ, നിങ്ങൾക്ക് അത്രയും സമയം പൈസ സൂക്ഷിക്കാൻ സമയം കിട്ടല്ലേ ചെയ്ത് പറഞ്ഞാൽ അത് പറ്റില്ല. ഇവർക്കൊന്നും പറ്റില്ല. ഇവിടുത്തെ എൻ്റെ തീരുമാനം, ഇനി ഇതിനു മുകളിൽ അധികാര കേന്ദ്രങ്ങളുണ്ട്. ജനാധിപത്യ ഇന്ത്യയിൽ കരുവന്നൂർ ബാങ്കും അതിനെ നിയന്ത്രിക്കുന്ന പാർട്ടി കമ്മിറ്റികളും അതിൻ്റെ മുകളിലിരിക്കുന്ന സ്കൂളിൽ പോകാൻ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളും മാത്രമല്ല അധികാരികൾ, അതിന് മുകളിൽ ഒരുപാടുണ്ട്. അറിയാം ജനാധിപത്യ രീതിയിൽ പൗരനെ എങ്ങനെ പ്രതിഷേധിക്കണമെന്നും. ഈ പ്രതിഷേധം എനിക്ക് 2 അച്ഛനുണ്ട്. നിങ്ങൾ പറയും ചിരിക്കും. 1 എൻ്റെ അപ്പനാണ്, 2 മഹാത്മാഗാന്ധിയാണ്, രാഷ്ട്രപിതാവാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിഷേധ രീതിയായിരുന്നു വിദേശ വസ്ത്രം ബഹിഷ്കരിക്കുക. 1922 ചെയ്തത്. വസ്ത്രം ഊരി ബഹിഷ്കരിക്കുക എന്നുള്ള സാധനം ജനാധിപത്യ രീതിയിൽ ഇന്ത്യയുടെ പ്രതിഷേധത്തിൻ്റെ മുൾമുനയാണ് വസ്ത്രം ഊരി പ്രതിഷേധിക്കൽ. ഇനി ഇവർക്ക് അടിവസ്ത്രം ഊരി പ്രതിഷേധിക്കുക ഇവരുടെ അടുത്ത് വേണ്ടത്. അതിനുള്ള മാന്യതയ്ക്ക് ഇവർക്കുള്ളൂ. പക്ഷേ ഞാനത് പഠിച്ചിട്ടില്ലാത്ത കാരണം രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രപിതാവ് പ്രതികരിച്ച രീതിയിൽ ഞാൻ പ്രതിഷേധിക്കുന്നു. അതാണ് മേൽവസ്ത്രം ഊരി പ്രതിഷേധിച്ചത്.